എല്ലാവർക്കും poovizcraftന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് പാഴ്സൽ ബോക്സിന്റെ മറ്റൊരു റീയൂസ് ഐഡിയ ആണ്. അപ്പോൾ ആദ്യം ഈ ബോക്സ് ഒന്ന് ശരിക്ക് നിവർത്തി എടുക്കുക. എന്നിട്ട് അതൊരു 4-5 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി മുറിച്ച് വെച്ച ഈ ഫോയിലിന്റെ ഉള്ളിൽ നല്ല ചെറുതല്ലാത്ത ഒരു അത്യാവശ്യം വലുപ്പമുള്ള കല്ലുകൾ ഉള്ളിൽ വെച്ചിട്ട് ഈ ഷീറ്റ് വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കണം. ചെറിയ സ്റ്റോൺ പോലെ അങ്ങനെ ചുരുട്ടിയെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചെണ്ണം ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലുതും അതിൽ ചെറുതും പിന്നെ അതിലും ചെറുതും അങ്ങനെ 3 സൈസിലുള്ളതാണ് ഏകദേശം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ പഴയ ട്രേയോ അല്ലെങ്കിൽ കാർഡ്ബോർഡ് പീസോ റൗണ്ടിൽ വെട്ടിയെടുത്തിട്ട് ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ വെക്കുന്ന സമയത്ത് അത്യാവശ്യം വലിയ കല്ലുകളാണ് സൈഡിൽ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ഈ കല്ലുകൾ ഇതിൻ്റെ ഉള്ളിൽ ചുറ്റിയെടുക്കുമ്പോൾ ആ ഷോ പീസിന് കുറച്ച് വെയിറ്റ് ഉണ്ടാകും. കാരണം ഇതൊരു വാൾ ഹാങ്ങിങ് ഐഡിയ അല്ല, ഷോ പീസാണ്. അപ്പം കുറച്ച് വെയിറ്റ് ഉണ്ടാവാനും നമ്മൾ എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കണമെങ്കിലൊക്കെ അത്യാവശ്യം ഒരു കനം വേണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ കല്ല് വെച്ചിട്ട് നമ്മളത് പൊതിഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ഈ കല്ല് വെച്ചിട്ട് റോൾ ചെയ്യുന്നതിൻ്റെ മറ്റൊരു ഗുണം, നമുക്ക് ഒരുപാട് പാഴ്സൽ ബോക്സ് വേണ്ടി വരും. കല്ലില്ലാതെ ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ അത്രയും നമ്മൾ അതിങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഒരുപാട് അതിൻ്റെ ഉള്ളിലേക്ക് കവറായി പോകണം. ഇതിനെ മറിച്ച് അതിൻ്റെ ഉള്ളിൽ സ്റ്റോൺ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഫോയിൽ പേപ്പറേ ആവശ്യം വരുള്ളൂ. ഇനി ഒരു സൈഡിലേക്ക് അത്യാവശ്യം ഹൈറ്റിലും മറ്റൊരു സൈഡിലേക്ക് 2 വരിയിലും മാത്രമാണ് സ്റ്റോൺ വെക്കുന്നത്. അപ്പം മുകൾ ഭാഗം വരുമ്പോൾ ചെറിയ സ്റ്റോണുകൾ വെച്ച് കൊടുക്കുക, താഴെ അത്യാവശ്യം കനമുള്ള വലിയ സ്റ്റോണുകളും വെച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ സ്റ്റോണുകളൊക്കെ മുഴുവനായിട്ട് ഏകദേശം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗത്തേക്ക് ശരിക്കും ഹൈറ്റ് വരുന്ന രീതിയിൽ. ഇനി ഫെവിക്കോളും വെള്ളവും കൂടെ 1:1 എന്നുള്ള പ്രപ്പോർഷനിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ടിഷ്യൂ പേപ്പർ മുക്കിയിട്ട് ആ സ്റ്റോണിൻ്റെ ഇടയ്ക്കുള്ള വലിയ ഗ്യാപ്പുകളൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുക. ചെറുതൊന്നും കുഴപ്പമില്ല, വലിയ ഗ്യാപ്പുകൾ മാത്രം അടച്ചു കൊടുത്താൽ മതി. എന്നിട്ടൊരു 1 ഡേ നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി വെക്കുക. എന്നിട്ട് ബ്ലാക്കും ഗ്രീനും അക്രിലിക് കളേഴ്സ് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് ആ ഒരു കളർ തന്നെ അടിച്ചു കൊടുക്കുക. അതിൻ്റെ ആ സെൻറ്റർ പോർഷൻ മാത്രം നമ്മൾ പെയിൻറ്റ് ചെയ്യാതെ വിട്ടു കൊടുക്കുക. അവിടെ ബ്ലൂ കളർ, സ്കൈ ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. സ്കൈ ബ്ലൂ കളറ് ആ സെൻറ്റർ ഭാഗത്ത് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. വെള്ളത്തിൻ്റെ ആ ഒരു മോഡലിലാണ് ചെയ്യുന്നത്. അതിനോട് കൂടെ തന്നെ കുറച്ച് വൈറ്റ് അക്രിലിക് കളറും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആ ഒരു വെള്ളത്തിൻ്റെ ഫീല് തോന്നാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലേ ഉപയോഗിച്ചിട്ട് ചെറിയ 2 അരയന്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇനി നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ചെറിയ കുഞ്ഞു ജീവികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായാലും മതി. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് തൽക്കാലം ഞാൻ ക്ലേ വെച്ച് ചെയ്യുന്നത്. ഇനി ആ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ നമ്മൾ ഗിഫ്റ്റൊക്കെ കിട്ടുമല്ലോ പഴയ, അതിൻ്റെ മുകളിലൊക്കെ ഉണ്ടാകുന്ന കുറച്ച് പുല്ലുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമുക്ക് ആ പാറയുടെ മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് പോലെ ജസ്റ്റ് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് താഴോട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ അത് ഡ്രൈ ആവുന്ന സമയത്ത് വെള്ളം വീഴുന്നത് പോലെ തോന്നും. ഇനി അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലും കുറച്ച് ഗ്ലൂ ഗണ്ണ് ആക്കി കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ആ ഒരു അതിൽ വെള്ളം നിൽക്കുന്നത് പോലെ തന്നെ തോന്നും നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് മുന്നേയും ഞാൻ ഈ പാഴ്സൽ ബോക്സ് വെച്ചിട്ട് നല്ലൊരു ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇതാ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ കുഞ്ഞു അരയന്നങ്ങൾ കൂടെ അതിൻ്റെ ഉള്ളിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ ഷോ പീസ് സെറ്റായിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പാഴ്സൽ ബോക്സ് വെച്ചിട്ട് ചെയ്തതാണ് പെട്ടെന്ന് ആരും കണ്ടാൽ പറയുകയില്ല, ശരിക്കും കല്ലുകളാണെന്ന് തന്നെ തോന്നും. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ഐഡിയാസുമായി നമുക്ക് വീണ്ടും കാണാം.